ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 68. 2033 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് കർത്താവ് ഈശോ മിശിഹ ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്നത്. ആ വർഷത്തേക്ക് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ചകളിൽ പഴയ നിയമം പഠിക്കുക. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം തുടങ്ങി ഇപ്പോൾ നമ്മൾ 9-ാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയുണ്ട്. 9-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. പെട്ടകത്തിൽ പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരായിരുന്നു. ഹാമായിരുന്നു കാനാന്റെ പിതാവ്. ഈ മൂവരുമാണ് നോഹയുടെ പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. മണ്ണിന്റെ മനുഷ്യനായ നോഹയാണ് ഭൂമുഖത്ത് ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്. അവനതിൽ വീഞ്ഞു കുടിച്ച് മത്തനായി. നോഹ തന്റെ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിന്റെ നഗ്നത കണ്ടു. വെളിയിലുണ്ടായിരുന്ന തന്റെ രണ്ട് സഹോദരന്മാരുടെ അക്കാര്യം പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു എന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് തങ്ങളുടെ പിതാവിന്റെ നഗ്നത കണ്ടില്ല. വീഞ്ഞിന്റെ ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെല്ലാം അറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെട്ടവനാകട്ടെ, തന്റെ സഹോദരന്മാർക്ക് ദാസ്യവേല ചെയ്യുന്നവരിൽ ഏറ്റവും അധമനായിരിക്കട്ടെ അവൻ. ഈ ഉൽപ്പത്തി കഥയിലെ ഒരു അന്തിമഘട്ടം, ഈ ഉൽപ്പത്തി കഥയുടെ ഒരു അടുത്ത ഘട്ടം, അന്തിമഘട്ടമല്ല, ഒരു അടുത്ത ഘട്ടമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യ ചരിത്രത്തിൻ്റെ പിതാവായിരുന്നു ആദാം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ആദാമിൻ്റെ കുടുംബത്തെ നല്ലവനായ സേത്തിൻ്റെയും ദുഷിച്ചവനായ കായൻ്റെയും പരമ്പരകൾ തിരിച്ചു. അതായത് ആദ്യ ചരിത്ര പിതാവായ ആദാമിൻ്റെ കുടുംബത്തെ, അവിടെ നല്ല മക്കളുണ്ടായിരുന്നു, ചീത്ത മക്കളുണ്ടായിരുന്നു. സേത്തിൻ്റെ നല്ല പരമ്പര, ദുഷിച്ച കായിൻ്റെ ദുഷിച്ച പരമ്പര. അപ്പോൾ ഇത് തമ്മിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. സേത്തിൻ്റെ വംശപരമ്പരയും കായിൻ്റെ വംശപരമ്പരയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. ആദ്യ ചരിത്രത്തിൽ പിതാവായ ആദാമിൻ്റെ കുടുംബചരിത്രത്തെ. ഇതുപോലെ തന്നെ പൂർവ്വചരിത്രത്തിൻ്റെ പിതാവാണ് നോഹ. നോഹയുടെ കുടുംബത്തിലും വേർതിരിവുണ്ടാകുന്നുണ്ട്. നല്ലവനായ ഷേം, ദുഷിച്ചവനായ ഹാം എന്നിവരുടെ പരമ്പരകൾ തമ്മിലാണ് ഈ വേർതിരിവ്. നോഹയിലൂടെ തുറന്നു പോകുന്ന സേത്തിന്റെ നിരയിലെ നീതിമാന്മാരുടെ പരമ്പരയാണ് ഷേമിൻ്റേത്. ആദാം, സേത്ത്, അങ്ങനെ നോഹയുടെ വന്നിട്ട് പിന്നെ സേത്ത് ഈ ഷേമിലൂടെ ആ ഷേമിലൂടെ തുടരുകയാണ്. ഈ കായിൻ്റെ പരമ്പര അത് നോഹയിലേക്ക് എത്തുമ്പോൾ ഹാമിൻ്റെ പരമ്പരയിൽ പോകുകയാണ്. അപ്പോൾ ഒരേ കുടുംബത്തിൽ നല്ലവരും ദുഷിച്ചവരുമുണ്ട്. ആദാമിന്റെ ചരിത്രത്തിൽ നമ്മൾ സേത്തിന്റെ നല്ല പരമ്പരയുണ്ട്, കായിന്റെ ദുഷിച്ച പരമ്പരയുണ്ട്. നോഹയുടെ കുടുംബത്തിലുമുണ്ട് ഈ ഷേമിന്റെ നല്ല പരമ്പരയും ഹാമിന്റെ ദുഷിച്ച പരമ്പരയും. അപ്പോൾ ഈ ഒരു വേർതിരിവ്, അപ്പോൾ തുടക്കം മുതൽ ഇങ്ങനെ ഈ നല്ലതും ചീത്തതുമുള്ള വേർതിരിവ് കാണുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ആദ്യത്തെ കർഷകൻ നോഹയാണ്. ജലപ്രളയത്തിന് ശേഷമുള്ള ആദ്യത്തെ കർഷകൻ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ചരിത്രത്തിൽ ആദ്യത്തെ കർഷകൻ ആദാമായിരുന്നു, പിന്നെ കായീൻ. ആദാം കർഷകനായിരുന്നുവെന്ന് ഇല്ലേ, ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഉൽപ്പത്തി 2:15. അപ്പോൾ ആദ്യത്തെ കർഷകൻ ആദാമാണ്. പിന്നെ കായീനും കർഷകനായിരുന്നു, ഉൽപ്പത്തി 4:2 പറഞ്ഞിട്ടുണ്ട്. ജലപ്രളയത്തിന് ശേഷമുള്ള ആദ്യത്തെ കർഷകനാണ് നോഹ. അപ്പോൾ ആദ്യത്തെ കർഷകൻ നോഹ എന്ന് പറയുമ്പോൾ ജലപ്രളയത്തിന് ശേഷമുള്ള ആദ്യത്തെ കർഷകൻ എന്ന് നമ്മൾ വായിച്ചെടുക്കണം. ഈ തിരുവചനത്തിന് മറ്റൊരു പരിഭാഷയും സാധ്യമാണ്. ഇതിൻ്റെ ഒറിജിനല് മണ്ണിന്റെ മകനായ നോഹയാണ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ആദ്യത്തെ മനുഷ്യൻ. അങ്ങനെ തർജ്ജമയാകാം. അപ്പൊ ഈ ആദ്യത്തെ മനുഷ്യൻ എന്നുള്ളതിനൊരു അല്ലേ, ആദാമില്ലേ, കായീനില്ലേ, പിന്നെ എന്തിങ്ങനെ വൈരുദ്ധ്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നില്ല. മണ്ണിന്റെ മകനായ നോഹയാണ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ആദ്യത്തെ കർഷകൻ, അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ, അങ്ങനെ തർജ്ജമ ചെയ്യാം. അല്ലെങ്കിൽ മണ്ണിന്റെ മനുഷ്യനായ നോഹയാണ് ഭൂമുഖത്ത് ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്, അങ്ങനെ തർജ്ജമ ചെയ്യാം. ഹീബ്രു ഒറിജിനലിൽ ഇങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ കർഷകൻ എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോകേണ്ട കാര്യമില്ല. ആദാമില്ലേ, കായീനില്ലേ എന്ന് നമ്മൾ ചോദിച്ച് ഇത് വൈരുദ്ധ്യമാണെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. നോഹ വീഞ്ഞു കുടിച്ച് മത്തനായി. നവീകരിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ ജലപ്രളയം ഒരു നവീകരണമായിരുന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നവീകരിക്കപ്പെട്ട പ്രപഞ്ചത്തിലും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച നോഹ മുന്തിരിയിൽ നിന്നുള്ള വീഞ്ഞു കുടിക്കുന്നു. ആദ്യമായിട്ടാണ് ബൈബിളിൽ വീഞ്ഞ് എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് പ്രധാനപ്പെട്ടതാണ്. അതിനാൽ വീഞ്ഞ് കുടിച്ചാൽ മത്ത് പിടിക്കുമെന്ന് നോഹയ്ക്ക് അറിയില്ലായിരുന്നുവെന്നും ഒരു സൂചനയുണ്ട്. വീഞ്ഞ് കുടിച്ചാൽ മത്ത് പിടിക്കുമെന്ന് നോഹയ്ക്ക് അറിയണമെന്നില്ല. ഇപ്പൊ നമുക്കറിയാം, പക്ഷെ അന്ന് തുടക്കത്തിലാണ്.
ആദ്യമായിട്ട് വീഞ്ഞുണ്ടാക്കുക. ഇത് കുടിച്ചാൽ മത്ത് പിടിക്കുമെന്ന് നോക്കി അറിയണമെന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ വീഞ്ഞുണ്ടാക്കുന്നതും കുടിക്കുന്നതും. അപ്പം അതുകൊണ്ട് ഇത് അറിഞ്ഞു കുടിച്ചതല്ല എന്ന് ഒരു സൂചന അതിനകത്തുണ്ട്. പക്ഷേ അതിനേക്കാളും ആഴത്തിലുള്ള മറ്റർത്ഥങ്ങളുണ്ട്. രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, വീഞ്ഞ് പുതിയ സംസ്കൃതിയുടെ പ്രതീകമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ തോറ്റുപോയ ആദാമിന്റെ സംസ്കാരമല്ല, എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതിൽ വിജയിച്ച നോഹയുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് വീഞ്ഞ്. ഈ ഏദൻ തോട്ടത്തിൽ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദാമിനെ ഏൽപ്പിച്ചത്. പക്ഷെ ആദാം എന്ത് ചെയ്തു? ഇല്ലേ, അതിക്രമിച്ച് കയറി ചെയ്തത്. വിലക്കപ്പെട്ടതിലേക്കൊക്കെ അതിക്രമിച്ച് കയറി. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ തോറ്റുപോയി ആദ്യത്തെ മനുഷ്യനായ ആദാം. എന്നാൽ പെട്ടകത്തിനുള്ളിലെ എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിൽ വിജയിച്ചവനാണ് നോഹ. ആ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്നേഹത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് വീഞ്ഞ്. സ്നേഹത്തിന്റെ കരുതലാണ് ആഘോഷിക്കപ്പെട്ടതെന്ന് പറയാം. ഈ വീഞ്ഞ് കുടിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ കരുതൽ ആഘോഷിക്കപ്പെടുകയാണ്. സങ്കീർത്തനം 104:5, ന്യായാധിപന്മാർ 9:13 ഒക്കെ കാണാം. പിന്നീട് കർത്താവ് ഈശോ മിശിഹാ മേൽത്തരം വീഞ്ഞ് ഉണ്ടാക്കുന്നു. കാനായിലെ കല്യാണത്തിലെ മേൽത്തരം സ്നേഹ സംസ്കാരം എന്ന് പറയാം. മേൽത്തരം സ്നേഹ സംസ്കാരമാണ് മറിയം ഉദ്ഘാടനം ചെയ്യുന്നതും യേശു വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ച് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതും. അവർക്ക് വീഞ്ഞില്ല. അവരാവശ്യപ്പെട്ടിട്ടല്ല മറിയം പറഞ്ഞത്. തിരിച്ചറിയാണ്, മറ്റുള്ള ആവശ്യങ്ങൾ തിരിച്ചറിയാണ്, കണ്ടറിയാണ്. അവർക്ക് വീഞ്ഞില്ല. കർത്താവ് മേൽത്തരം വീഞ്ഞുണ്ടാക്കി. ഈ മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകം കൂടിയാണ്. അല്ലേ? പുതുവീഞ്ഞെ കുറിച്ച് ഉന്മത്തരായിരിക്കുന്നു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് അല്ലല്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മത്തരായിരിക്കുകയാണ്. അപ്പോൾ പുതുവീഞ്ഞ്. അപ്പൊ ഈ വീഞ്ഞ് എന്ന ഒരു പ്രധാനപ്പെട്ട പ്രതീകം കൂടിയാണ്. സ്നേഹ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, പുതിയ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ആ വീഞ്ഞ് ഉപയോഗിച്ചിട്ട് കർത്താവ് കുർബാന സ്ഥാപിക്കുന്നത്. സ്നേഹത്തിന്റെ അന്തിമ അടയാളമാണ് ഈ കുർബാന. ഏറ്റവും അന്തിമമായ അടയാളമാണ്. കർത്താവ് തൻ്റെ പ്രാണനെ ആ വീഞ്ഞിലേക്ക് ഇടുകയാണ്. ഇത് എൻ്റെ രക്തം, ഇത് എൻ്റെ പ്രാണൻ, ഇത് എൻ്റെ ജീവൻ. അങ്ങനെ കർത്താവ് വചനം കൊണ്ട്, പരിശുദ്ധാത്മന ശക്തി കൊണ്ടുള്ള വചനം കൊണ്ട് തൻ്റെ പ്രാണൻ തന്നെ ആ കാസയിൽ നിക്ഷേപിക്കുക, എന്നിട്ട് നമുക്ക് തരികയാണ്. അതിന് വീഞ്ഞാണ് ഉപയോഗിക്കുന്നത്. കുർബാനയൊക്കെ വീഞ്ഞ് ഉപയോഗിക്കണം. അപ്പൊ നോക്ക്, അങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് നോഹയാണ് മദ്യപാനത്തിന് കാരണം. രണ്ടാമത്തെ അർത്ഥം പറയട്ടെ. ഈ നോഹ ആരംഭിച്ച സ്നേഹ സംസ്കാരത്തിലേക്ക് തിന്മ കൊണ്ടുവരികയാണ് ഹാം. അതാണ് രണ്ടാമത്തെ അർത്ഥം. ഞാൻ രണ്ട് തരത്തിൽ വായിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോഹ ആരംഭിച്ച സ്നേഹ സംസ്കാരത്തിലേക്ക് തിന്മ കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ മകൻ ഹാം. സ്നേഹത്തിന്റെ ആകേണ്ടിയിരുന്നതിനെ മദ്യോത്സവമാക്കി മാറ്റി ഹാം. വീഞ്ഞ് ഒരല്പം കുടിച്ച് സ്നേഹത്തിന്റെ ആഘോഷമാണ് നടത്തേണ്ടിയിരുന്നത്. അതിന് പകരം മദ്യത്തിൽ ആറാടി. ഇപ്പൊ നമുക്ക് അറിയാലോ, ഈ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലാവിടെയും ഈ പ്രശ്നമുണ്ട്. സ്നേഹത്തിന്റെ ആഘോഷമാകേണ്ടതിന്, സ്നേഹ സംസ്കാരത്തിന്റെ ആഘോഷമാകേണ്ടതിന് പകരം മദ്യത്തിൽ ആറാടുക. എന്നിട്ട് പണം നശിപ്പിക്കുക മാത്രമല്ല, കുടുംബത്തെ നശിപ്പിക്കുക, ഭാര്യയും മക്കളെയും കുടുംബത്തെയും ഒക്കെ ശത്രുക്കളാക്കുക. അങ്ങനെ സ്നേഹത്തിന് ഘടകവിരുദ്ധമായ സംഗതികൾ സംഭവിക്കുകയാണ്. മദ്യത്തിൽ ആറാടുന്ന ഒരു തെറ്റായ സംസ്കാരം കൊണ്ടുവരികയാണ്. സ്നേഹ സംസ്കാരത്തിന്റെ ആഘോഷമാകേണ്ടതിന് പകരം മദ്യോത്സവമായിട്ട് മദ്യത്തിൽ ആറാടുന്ന, ഇല്ലേ, അങ്ങനെ പണം മാത്രമല്ല, ആരോഗ്യം മാത്രമല്ല, കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ശത്രുക്കളാക്കുന്ന, അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാത്തതായിട്ട് മാറുക. എന്നിട്ട് ഇപ്പം റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിലാക്കേണ്ടി വരിക. സ്ത്രീകൾക്ക് പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരിക. പുരുഷന്മാർക്ക് കൊടുത്താൽ അത് മിച്ചം വരുന്ന പൈസ കള്ള് ഷാപ്പിൽ പോവുകയാണ്, ബിവറേജസ് കോർപ്പറേഷന്റെ അവിടെ പോകുകയാണ്. എല്ലാവരും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പുരുഷന്മാർക്ക് നാണക്കേടാണ്. സ്നേഹത്തിന്റെ സംസ്കാരം ആഘോഷിക്കുന്നതിന് പകരം മദ്യോത്സവമായിട്ടും മദ്യപാനോത്സവമായിട്ടും മാറ്റുക. അതാണ് ഹാം ചെയ്തത്. ആ സംസ്കാരത്തിന്റെ ഘടക വിരുദ്ധം. അങ്ങനെ രണ്ട് തരത്തിൽ വായിച്ചെടുക്കാം. ഇനി വേറൊരു സൂചന കൂടിയുണ്ട്. നോഹയാണ് മദ്യപാനത്തിന് കാരണമെങ്കിൽ മറ്റൊരു സന്ദേശം ഇതിനകത്തുണ്ട്. നീതിമാനായിരുന്ന നോഹയിലും ഉദ്ഭവപാപത്തിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും നീതിമാനായ വ്യക്തിയിലും പാപത്തിന്റെ ചായ്ച്ചലുണ്ട്. നീതിമാന് പോലും പിഴവ് സംഭവിക്കാം. ഏറ്റവും നല്ലവനിലും വലിയ വീഴ്ചയുടെ വിത്തുകൾ ഉണ്ടാകാം. അത് പൊട്ടിമുളയ്ക്കാം.
എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ജലപ്രളയമായിരുന്നോ അതോ മദ്യോത്സവമാണോ? ജലപ്രളയമായിരുന്നോ ഏറ്റവും വലിയ ദുരന്തം, അതോ എന്നും എന്നും നമ്മൾ അനുഭവിക്കുന്ന ഈ മദ്യത്തിന്റെ ഉത്സവമായിട്ട്, മദ്യപാനോത്സവമായിട്ട് നടക്കുന്ന അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ്, വളരെ വലുതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം എത്രയോ കുടുംബങ്ങളാണ് ഛിന്നഭിന്നമായി പോയിരിക്കുന്നത്. പോട്ടെ, ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശത്തിലേക്ക് നമുക്ക് വരാം. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ അപ്പൻ കള്ളു കുടിച്ച് കിടന്നു, അവൻ്റെ നഗ്നത കണ്ട ഹാമിനാണ് ശാപം കിട്ടിയത്, അതെന്തൊന്നു പരിപാടിയാണ്, അങ്ങനെ ചെയ്ത് ശരിയാണോ? ഈ അപ്പൻ്റെ നഗ്നത കണ്ടു, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആത്മതുഷ്ടി കിട്ടുന്ന തരത്തിൽ അപ്പൻ്റെ നഗ്നത ഇമ വെട്ടാതെ നോക്കി നിന്നു എന്നാണ് ആക്ഷരികം. ഹെബ്രായ ഭാഷയിൽ റാ അഹ് എന്നാണ്, റാ അഹ്, റാ അഹ്. സാധാരണമായി ഇതിങ്ങനെ, അതായത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നൊരു പാസിംഗ് ആയിട്ട് കണ്ടെന്ന അർത്ഥത്തിലല്ല. അവനൊരു ആത്മസംതൃപ്തി കിട്ടുന്ന തരത്തിൽ അപ്പൻ്റെ നഗ്നത നോക്കി നിന്നു, ആസ്വദിച്ചു, ഇമ വെട്ടാതെ നോക്കി ആസ്വദിച്ചു എന്നാണ് ഈ കണ്ടു എന്ന വാക്കിന് ഉദ്ദേശിക്കുന്ന അർത്ഥം. അതാണ്. അതുകൊണ്ട് തന്നെ 3 തരത്തിലാണ് ഇപ്പൊ ഈ വാക്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, അപ്പന്റെ നഗ്നതയെ ലൈംഗിക വൈകൃതത്തോടെ നോക്കി ആസ്വദിച്ചു. അപ്പന് അവമാനം വരുത്തുന്നത് വളരെ ഗൗരവമായ തിന്മയായിട്ടാണ് പഴയ നിയമം കാണുന്നത്. പുതിയ നിയമം അങ്ങനെ തന്നെ. മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈംഗിക പ്രവൃത്തികൾ ഒളിഞ്ഞു നോക്കാനുള്ള പ്രവണതയെക്കുറിച്ചും പ്രവണതയാണിത്. ഈ വൊയേറിസം എന്ന് പറയല്ലോ ഇംഗ്ലീഷിൽ. അതാണ് ഒന്നാമത്തെ ഒരു സൂചന. 2, അപ്പന്റെ വരിയുടച്ച് ഷണ്ടനാക്കി വൃഷണച്ഛേദം നടത്തി എന്നൊരു സൂചനയുണ്ട്, കാസ്ട്രേഷൻ. അപ്പന്റെ നഗ്നത കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു യുഫമിസം എന്ന് പറയും, ഒരു മൃദുവചനമാണ്. അപ്പന്റെ വൃഷണം ഛേദിച്ച് അപ്പനെ വരിയുടച്ച് ഷണ്ടനാക്കി, കാസ്ട്രേഷൻ, അങ്ങനെ അർത്ഥമുണ്ട് അതിന്. 3, അപ്പനെ ചാരായം കുടിപ്പിച്ച് ലൈംഗിക ബന്ധം പുലർത്തി, അഗമ്യഗമനം എന്ന് പറയില്ലേ, ഹോമോസെക്ഷൽ ഇൻസെസ്റ്റ് എന്ന് പറയും. ഇങ്ങനെ 3 തരത്തിലാണ് ഈ വ്യാഖ്യാനം. എന്നാൽ വേറെയും സാധ്യതകളുണ്ട്. ഒന്ന്, അപ്പന്റെ നഗ്നത എന്ന പദസന്ധി അപ്പന്റെ ഭാര്യയുടെ നഗ്നതയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പന്റെ നഗ്നത കണ്ടെന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയുടെ നഗ്നത കണ്ടെന്ന് അർത്ഥമുണ്ട്. ലേവ്യരുടെ പുസ്തകം 18:7 അങ്ങനെ ഒരു സൂചനയുണ്ട്. നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം പുലർത്താനായി ഏറ്റവും അടുത്ത ബന്ധുവിനെ നഗ്നനാക്കുക എന്നാണ് അർത്ഥം. ലേവ്യർ 20:17. നഗ്നത കാണുക എന്ന വാക്കിന് ലൈംഗിക ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ബന്ധുവിനെ നഗ്നമാക്കുക, വസ്ത്രം മാറ്റുക. ഈ 2 തിരുവചനങ്ങൾ വെളിച്ചത്തിൽ, അതായത് ലേവ്യർ 18:7, ലേവ്യർ 20:17, ഈ 2 തിരുവചനങ്ങൾ വെളിച്ചത്തിൽ നമുക്കെടുക്കാവുന്ന നിഗമനം ഇതാണ്: ഹാം തൻ്റെ അപ്പനായ നോഹയെ ലഹരിയിൽ ആഴ്ത്തി, എന്നിട്ട് അമ്മയുമായി, നോഹയുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പന് ചാരായം കൊടുത്ത്, മദ്യം കൊടുത്ത്, വീഞ്ഞു കൊടുത്ത് മയക്കിക്കെടുത്തിട്ട് അപ്പന്റെ ഭാര്യ, അതായത് സ്വന്തം അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരു സൂചനയാണിത്. ആ പാപബന്ധത്തിലുണ്ടായ മകനാണ് കാനാൻ. ഉൽപ്പത്തി 9:25. ഈ കാരണത്താലാണ് കാനാനെയും നോഹ ശപിക്കുന്നത്. ഇതല്ലായിരുന്നെങ്കിൽ എന്തിനാണ് കാനാനെ നോഹ ശപിച്ചതെന്ന് വിശദീകരണമില്ല. അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ടു, അതിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞാണ് കാനാൻ. ഈ ഹാമ് അപ്പനായ നോഹയുടെ ഭാര്യ എന്നുവെച്ചാൽ സ്വന്തം അമ്മയുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ്. ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 അർത്ഥം കൂടാണ്ട് ഒരർത്ഥം കൂടിയുണ്ട്. ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എന്തിനാണ് കായീൻ എന്തിനാണ് ഹാബേലിനെ വയലിൽ വെച്ച് കൊന്നത്? നമ്മൾ അതിന് ഉത്തരം പറഞ്ഞിരുന്നു. ആ ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ അതിലേക്ക് പോകുക, അത് ഞാൻ പിന്നെ ആവർത്തിക്കേണ്ടി വരും. ഈ കാനാനയുടെ മുഖ്യ തൊഴിൽ കാർഷിക വൃത്തിയാണ്. മഴയെ ആശ്രയിച്ചാണ് എപ്പോഴും കൃഷി. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം മഴയില്ലാതായാൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരികയാണ്. അപ്പം മഴയെ ആശ്രയിച്ചാണ് പല കാര്യങ്ങളും. മഴയില്ലെങ്കിൽ മഴയുടെ ദേവനെ പ്രീതിപ്പെടുത്തണമെന്നാണ് ഈ പുറജാതിക്കാരുടെ വിശ്വാസം. നരബലിയാണ് ഒരു മാർഗം. അതാണ് കായീൻ ഹാബേലിനെ കൊന്നത്. 2 ഷെമുവേൽ 21:1-14 അങ്ങനെയുണ്ട്. നരബലി നടത്തുന്ന ഒരു കഥയുണ്ട്. ഈ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് മദ്യോത്സവത്തിനിടയിൽ നടത്തുന്ന പുരുഷ വേശ്യാവൃത്തിയാണ്
ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ രണ്ടാമത്തെ മാർഗമായിട്ട് കരുതപ്പെട്ടത്. ഒന്ന് നരബലി, മറ്റൊന്ന് പുരുഷ വേശ്യാവൃത്തി. അത് ഒർഗിയാസ്റ്റിക് ഫെസ്റ്റിവൽ എന്ന് പറയും. ഒരു മദ്യോത്സവം നടത്തി അതിനിടയ്ക്ക് നടത്തുന്ന പുരുഷ വേശ്യാവൃത്തി. കായീൻ ആദ്യത്തെ മാർഗം സ്വീകരിച്ചു, നരബലി. കായിന്റെ പിൻതലമുറയിലെ ഹാമാകട്ടെ പുരുഷ വേശ്യാവൃത്തി ചെയ്തു. അതായത് അപ്പനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് ധ്വനികളും മുനകളുമുള്ള ഒരു വചനമാണ്. ഈ അപ്പനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അപ്പനെ കള്ളു കുടിച്ച് കിടത്തിട്ട് അപ്പന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരുപാട് ധ്വനികളുള്ള ഒരു വചനമാണിത്. കായന്റെയും ഹാമിന്റെയും പിൻഗാമികളാണ് കാനാന്യര്. അവർ ഇത്തരം ദുഷ്പ്രവൃത്തികൾ തുറന്നുകൊണ്ടേയിരുന്നു. ഇതുകൊണ്ടാണ് ഇക്കഥയില് കാനൻ പല പ്രാവശ്യം പരാമർശമായിരിക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 9:18, 9:22, 9:25, 9:26, 9:27 ഇവിടെയൊക്കെ കാനാൻ 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 എന്ന് പറയണേ. കാരണം ഈ കാനാന്യരുടെ പൂർവ്വപിതാക്കന്മാരാണ് കായനും ഹാമും ഒക്കെ. ഹാം എങ്ങനെയാണ് കാനാന്റെയും കാനാന്യരുടെയും പിതാവായത് എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അദ്ദേഹത്തിന്റെ തല തിരിഞ്ഞ ഈ ലൈംഗിക വൈകൃതം. അപ്പന് മദ്യം കൊടുത്ത് മയക്കിക്കിടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ലോത്തിന്റെ പെൺമക്കളിലൂടെ ഇസ്രായേലിന്റെ പരമ്പരാഗത ശത്രുക്കളായ ഒരു ജനത ഉത്ഭവിച്ചത് എങ്ങനെയെന്ന് പിന്നീട് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ വർണ്ണിക്കുന്നുണ്ട് 19-ാമത്തെ അധ്യായത്തിൽ. ഇത് നമ്മൾ ഈ അപ്പന് മദ്യം കൊടുത്ത് മയക്കിക്കിടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ലോത്തിന്റെ പെൺമക്കൾ അങ്ങനെ ചെയ്തേ. ഇസ്രായേലിന്റെ പരമ്പരാഗത ശത്രുക്കളായ ഈ കാനാന്യർ ഉത്ഭവിച്ചത് അങ്ങനെയാണെന്ന് ഉൽപ്പത്തി 19-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് തുടരുകയാണ്. ഈ കാനാന്യരുടെ ലൈംഗിക അരാജകത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ചുരുക്കത്തില് ഈ അപ്പന്റെ നഗ്നത എന്ന വാക്കിന് നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ധ്വനികളാണുള്ളത്. ഞാൻ ആദ്യം ഒരു 3 പറഞ്ഞു, പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സൂചനകൾ പറഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഈ അപ്പന്റെ നഗ്നത കണ്ടവന് ഇല്ലേ, അപ്പൻ കള്ളുകുടിച്ച് കിടന്നു എന്ന് ആ നഗ്നത കണ്ട മകനെ ശിക്ഷിച്ചു അല്ലെങ്കിൽ ശപിച്ചു എന്നതിന് ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഹാം ശപിക്കപ്പെട്ടത്, ഹാമിന്റെ കൂടെ കാനാനെയും ശപിച്ചത് എന്തുകൊണ്ട് എന്നതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.